അമിതവണ്ണമുള്ളവരും മെലിഞ്ഞവരും ഭക്ഷണക്രമത്തിൽ കൃത്യമായ ഡയറ്റ് പിന്തുടരുന്നത് നല്ലതൊക്കെ തന്നെയാണ്. എന്നാൽ അമിതമായാൽ അമൃതും വിഷമാണെന്ന് പറയുന്നത് പോലെ ഡയറ്റ് അമിതമായാലും പ്രശ്നമാണ്. അത്തരത്തിൽ അമിതമായ ഡയറ്റ് കാരണം പണി കിട്ടിയവർ ഏറെയാണ്. എന്തിന് കേരളത്തിൽ പോലും ഒരു പെൺകുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഫ്രൂട്ടേറിയൻ ഡയറ്റ് മാത്രം പിന്തുടർന്ന കരോലിന ക്രിസക്കി എന്ന 27 വയസ്സുകാരി കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. വേവിക്കാത്ത പഴങ്ങളും ഡ്രൈ ഫ്രൂട്ട്സും മാത്രം കഴിക്കുന്ന ഭക്ഷണ രീതിയാണ് ഫ്രൂട്ടേറിയൻ ഡയറ്റ്. മരിക്കുമ്പോൾ വെറും 22 കിലോഗ്രാം മാത്രമായിരുന്നു ഇവരുടെ ഭാരം. പോഷകാഹാരക്കുറവാണ് മരണകാരണം. ബാലിയിലെ സമ്പർക്കിമ ഹോട്ടൽ മുറിയിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവർ വളരെയധികം ക്ഷീണിതയായിരുന്നു. കുഴിഞ്ഞ കണ്ണുകളും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തോളെല്ലും ഉണ്ടായിരുന്ന ഇവർ നന്നായി മെലിഞ്ഞ രൂപത്തിലായിരുന്നു. ആരോഗ്യം ക്ഷയിച്ചു വരുന്നതിന്റെ ലക്ഷണങ്ങൾ അവരിൽ പ്രകടമായിരുന്നു. കൈനഖങ്ങൾ മഞ്ഞ നിറമാവുകയും പല്ലുകൾ ദ്രവിക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. കൂടാതെ ശരീരത്തിൽ പോഷകാഹാരക്കുറവിന്റെ ഗുരുതരമായ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. ഒരു ദിവസം ഹോട്ടൽ മുറിയിലേക്ക് നടന്നു പോകാൻ പോലും കഴിയാതെ വന്നിരുന്നു ഇവർക്ക്. അത്രയ്ക്ക് ക്ഷീണിതയായിരുന്നു. തുടർന്ന് ഹോട്ടൽ ജീവനക്കാരൻ മുറിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കരോലിനയുടെ അവസ്ഥയിൽ ആശങ്ക തോന്നിയ ഹോട്ടൽ ജീവനക്കാർ കരോലിനയോട് പലതവണ ഡോക്ടറെ കാണാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ അവർ അതെല്ലാം നിരസിച്ചു. താമസം തുടങ്ങി 3-ാം ദിവസം കരോലിനയുടെ ഒരു പ്രാദേശിക സുഹൃത്തിൽ നിന്ന് ഹോട്ടൽ ജീവനക്കാർക്കൊരു സന്ദേശം ലഭിച്ചു. അവർ വന്നതിന് ശേഷം യാതൊരു വിവരവുമില്ലെന്ന് സുഹൃത്ത് അറിയിച്ചതോടെ ജീവനക്കാർക്ക് ആശങ്കയായി. മുറിയിലെത്തി പരിശോധിച്ചപ്പോഴാണ് കരോലിനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് ഹോട്ടൽ ജീവനക്കാർ വ്യക്തമാക്കി. കരോലിനയ്ക്ക് അസ്ഥിക്ഷയവും ആൽബുമിൻ കുറവും ഉണ്ടായിരുന്നു. ദീർഘകാലമായി പോഷകാഹാരക്കുറവിലുള്ളവരിലാണ് ഇത് കാണപ്പെടുക. കരോലിനയ്ക്ക് പണ്ട് മുതലേ തന്നെ സ്വന്തം ശരീരത്തെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടായിരുന്നുവെന്നും കൗമാരപ്രായത്തിൽ വിശപ്പില്ലായ്മയ്ക്ക് ചികിത്സ തേടിയിട്ടുണ്ടെന്നും മാതാപിതാക്കളും സുഹൃത്തുക്കളും പറയുന്നു. പിന്നീട് UK-യിൽ പഠിക്കുമ്പോൾ അവർ യോഗയിൽ താല്പര്യം കാണിക്കുകയും വീഗനായി മാറുകയും ചെയ്തു. അതായത് ഈ മുട്ടയോ പാലോ തേനോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ പൂർണ്ണമായ ഒരു സസ്യഭുക്ക്. ഇത് ഒടുവിൽ അവരെ ഫ്രൂട്ടേറിയനിസത്തിലേക്ക് നയിക്കുകയായിരുന്നു. വളരെയധികം മെലിഞ്ഞിട്ടും ക്ഷീണിതയുമായിട്ടാണ് അവർ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഡയറ്റൊക്കെ ആകാം, പക്ഷേ അമിതമാകരുത്. അത് നമ്മുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്തിയേക്കാം.